ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന കുറച്ച് സാഡ് ന്യൂസ് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താന്ന് വെച്ചാല് AMD, NVIDIA എന്നീ രണ്ട് ഗ്രാഫിക്സ് കാർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് പ്രൈസ് കൂട്ടാൻ പോവാ GPUയുടെ. നമുക്കറിയാം റാമിന്റെ പ്രൈസ് കൂടി, SSDയുടെ പ്രൈസ് കൂടാൻ പോവാണ്. പിന്നെ ഇപ്പൊ GPUയുടെ പ്രൈസ് അടുത്ത മാസം തൊട്ട് കൂടാൻ പോവാ. AMDയും NVIDIAയും ഒരുമിച്ച് പ്രൈസ് കൂട്ടാൻ പോവാണ്. 150% ആയിരിക്കും കൂടാൻ പോകണം എന്നൊക്കെ പറയണത്. അതായത് ഏകദേശം ഇപ്പൊ US $2,000 ആണ് 5090ക്ക് വരുന്നത്. RTX 5090 NVIDIA. അതിപ്പോ $5,000 വരെ എത്താം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടത്തെ കാര്യം അറിയാലോ, അത്യാവശ്യം നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ, നമ്മൾ സാധാരണക്കാർക്കൊന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നതാണ്. ഈ ഗ്രാഫിക്സ് കാർഡിന്റെ വില കൂടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കാരണം VRAM ആണ്. ഈ VRAM എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ AI ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതുകൊണ്ട് ഗെയിമേഴ്സിനായിട്ട് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നില്ല. കാരണം കൺസ്യൂമേഴ്സിനെ കൊടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും പ്രോഫിറ്റബിൾ ആണ് AI ഡാറ്റാ സെന്റേഴ്സിന് കൊടുക്കുന്നത്. നിങ്ങൾ ചോദിക്കുക, അപ്പോൾ റാമിനല്ലേ വില കൂടുന്നത്? റാം ആണല്ലോ ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടത്. GPU ആവശ്യമുണ്ട്. കാരണം GPUയിലും ഈ VRAM വരുന്നുണ്ട്. ആ VRAM പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പൊ ആ VRAMന്റെ പൈസ കൂടിയത് കൊണ്ട് തന്നെ അവർക്ക് GPU വില കൂട്ടും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ 2026 നിങ്ങൾ PC ആരെങ്കിലും ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ മേടിച്ചോ ഗ്രാഫിക്സ് കാർഡൊക്കെ. കാരണം GPU അടുത്ത മാസം തൊട്ട് നല്ല വില കൂടാൻ പോവുകയാണ്. അപ്പൊ ആ കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ PC ബിൽഡ് ചെയ്യേണ്ടത്. കാരണം റാം ഒക്കെ നമുക്ക് പിന്നെ DDR4 ബേസ്ഡ് റാം മേടിച്ചാൽ മതി. അതൊന്നും പൈസ കൂടിയിട്ടില്ല. GPUയിലാണ് കാര്യം. GPU വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ഗൈസ്. പിന്നെ GTA 6 ഒക്കെ കണ്ണീരിലാവും. കളിക്കാൻ കൂടി പറ്റില്ല നമുക്ക്.